ബി ജെ പിയുടെ കൗൺസിലർമാർ ഡൽഹിയിലേക്ക് പോയിരിക്കുകയാണ്. പ്രധാനമന്ത്രി നേരിട്ട് വിളിപ്പിച്ചിരിക്കുകയാണ്. അത് ഇവിടുത്തെ വിജയം ഇന്ത്യ ഒട്ടാകെ ആഘോഷിക്കുകയാണ്. ബംഗാളിൽ പറഞ്ഞു, ആസാമിൽ പറഞ്ഞു നരേന്ദ്രമോദി. ഇപ്പോൾ ഈ കൗൺസിലർമാരെ അങ്ങോട്ടേക്ക് വിളിച്ചപ്പോൾ അതൊരു വലിയ വാർത്തയായി. അതിൽ നിന്നൊരു ബി ജെ പിയുടെ കൗൺസിലർ വിട്ടു നിൽക്കുന്നു. ശ്രീലേഖ IPS റിട്ടയർഡ്. അതൊരു ശ്രീലേഖയുടെ ഒരു ഈഗോയാണ്. ഈഗോയുടെ പ്രശ്നം, നിങ്ങളുടെ ഈഗോയുടെ പ്രശ്നമാണ്, നിങ്ങളുടെ പത്രക്കാരുടെയൊക്കെ ഈഗോയുടെ പ്രശ്നമാണ്. ഷീസ് എ ക്ലാസ് അപ്പോർട്ട്. അവർ നമ്മൾ സാധാരണ കാണുന്ന കൗൺസിലേഴ്സ് പുറത്ത് അവർക്കും അറിയാം തന്നെ. BJP ഇത്ര പെട്ടെന്ന് മെമ്പർഷിപ്പ് എടുത്ത് ഒരാൾക്ക് സംസ്ഥാന കമ്മിറ്റി മെമ്പറും സംസ്ഥാന നേതാവാകാൻ പറ്റുമോ? ഇല്ല. അവർക്ക് എന്തുകൊണ്ടാണ് കൊടുത്തു? അവർ വലിയൊരു പൊസിഷനിൽ ഇരുന്നിട്ടുള്ള ഒരാളാണ്. IPS ഓഫീസറാണ്, DGP ആയിരുന്നു, കേരളത്തിൽ ആദ്യത്തെ വനിതാ IPS ഓഫീസറാണ്. അതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ പോകാൻ പറ്റുക. അപ്പോൾ അങ്ങനത്തെ ഒരാളെ നിങ്ങൾ ഡീൽ ചെയ്യുമ്പോൾ ഒരു സാധാ പ്രവർത്തകരെ ഡീൽ ചെയ്യുന്ന പോലെ ഡീൽ ചെയ്യാൻ പറ്റില്ല. ഭരണഘടനയെ നമുക്ക് ഇക്വാലിറ്റിയും സ്വാതന്ത്ര്യമൊക്കെ പറയാം, പക്ഷെ അതെല്ലാം റിലേറ്റീവാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ശ്രീലേഖ എന്ന വേറൊരു ക്ലാസ്സിൽ നിന്ന് വരുന്ന ഒരാളാണ്, വലിയൊരു ഗ്ലോറിയസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളാണ്. അപ്പോൾ അവരെ നിങ്ങൾ സാധാ പുറത്തെ പോലെ അവരെ ട്രെയിനിൽ കയറ്റി അവർക്ക് അതൊക്കെ മടുത്താണ്. ഇവരൊന്നൊക്കെ വല്ല ആദ്യമായിട്ടായിരിക്കും ട്രെയിനിൽ കയറുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം IAS കിട്ടിയ ഉടനെ തന്നെ ഭാരത് പര്യടനം പരിപാടിയുണ്ട്, IPS കിട്ടി. ഇന്ത്യയിലെ പ്രധാന സ്റ്റേറ്റുകളിലെല്ലാം പോയി പ്രധാന ആചാരങ്ങളും എല്ലാം കണ്ട് ആദിവാസികളെ കൂടെയൊക്കെ താമസിച്ചതിനെ പറ്റി പഠിച്ചതിന് ശേഷമാണ് ഇവരെ ട്രെയിനിങ്ങിന് കയറ്റുക. ഭാരത് പര്യടനം എന്നാണ് പറയുക. ഇതൊക്കെ കഴിഞ്ഞിട്ടുള്ള ശ്രീലേഖയെ സംബന്ധിച്ച് ഇതിനൊന്നും പുതുമയില്ല, പല സ്ഥലത്ത് ഇറങ്ങി കാണുക എന്നുള്ളത്. മാത്രമല്ല അവരെ സംബന്ധിച്ച് ടൈം കൺസ്യൂമിംഗ് ആണ്. ആ സമയം അവർക്ക് പ്രൊഡക്റ്റീവായിട്ട് BJPക്ക് തന്നെ വേണ്ടി പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അവരിതൊക്കെ ഓൾറെഡി കിട്ടിയ ഒരാളാണ്. അപ്പോൾ അവർ രണ്ടാമത് കൊളംബസിനോട് പിന്നെയും പോയി അമേരിക്ക കണ്ടുപിടിക്കാൻ പറയേണ്ട ആവശ്യമുണ്ടോ? അവിടെ പ്രധാനപ്പെട്ട മീറ്റിംഗ് എന്താണ്? മോഡിയെ കാണുക എന്നുള്ളതാണ്. ഒരു അത്താഴ വരുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അതും ഓക്കെ, അതിനവർ പോകാമെന്നും പറഞ്ഞു. പക്ഷെ അതിനവർക്ക് ഫാമിലി കൺസ്ട്രെയിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് പോകാൻ പറ്റിയെന്ന് വരില്ല. അത് അവരെ പോലെ ഒരാൾ മോഡിയെ കാണുക, മോഡിക്ക് അവരെ അറിയാം, തിരിച്ച് ഇവർക്ക് മോഡിനെ അറിയാം. പക്ഷേ ഇന്നല്ലേ നാളെ വേദിയിൽ അവർക്ക് കാണാനും പറ്റും. പക്ഷേ ഒരു സാധാരണ കൗൺസിലർ സമയം മോഡിനെയൊക്കെ കാണാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. പിന്നെ ഇവർ കാണുന്നവരല്ല അവർ കാണുന്നത്. അവരൊരുപാട് പ്രധാനമന്ത്രിമാരെയും മുഖ്യമന്ത്രിമാരെ കാണുക, അടുത്തിടവഴി അവരുടെ സെക്യൂരിറ്റി ചാർജൊക്കെ വഹിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അവർക്ക് ആ എന്തൂസിയാസം ഇല്ല. മോഡിക്ക് അതൊക്കെ മനസ്സിലാവുകയും ചെയ്യും. ഇപ്പോൾ സുരേഷ് ഗോപിക്ക് എന്താണ് മോഡിക്ക് ഒരു പ്രത്യേക വാത്സല്യം? സുരേഷ് ഗോപിൻ്റെ ഈ അദ്ദേഹത്തിൻ്റെ രീതികളെ കണ്ടാൽ സാധാരണ രാഷ്ട്രീയക്കാർക്ക് പിടിക്കില്ല. പക്ഷെ മോഡിക്ക് അദ്ദേഹത്തിന് വലിയ വാത്സല്യമാണ്. എന്തുകൊണ്ടാണ്? സുരേഷ് ഗോപി ആരാന്ന് അദ്ദേഹത്തിന് അറിയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും സുരേഷ് ഗോപിനെ കൊണ്ട് BJPക്കാണ് കാര്യം. ശ്രീലേഖനെ കൊണ്ട് BJPക്കാണ് കാര്യം. ശ്രീലേഖ ഒരു സെല്ലിംഗ് ആയിട്ടുള്ള ഒരു ടൈറ്റിലാണ്. ഇപ്പോൾ സാധാരണ ദാശായണി അമ്മ എന്ന് പറഞ്ഞാൽ അത് സെല്ലിംഗ് അല്ല. ദാശായണി ബിസ്ക്കറ്റ് ഉള്ളതുകൊണ്ട് സെല്ലിംഗ് ആയിരിക്കാം, അതർവൈസ് സെല്ലിംഗ് അല്ല. അത് നമ്മളത് മനസ്സിലാക്കണ്ടേ. ഇനി വിവാദം ഉണ്ടാക്കാനായിട്ട് പിന്നെ ഞാൻ പറഞ്ഞത് IAS-കാർക്ക് IPS-കാർക്ക് അവരുടേതായ താൻപോരിമയുണ്ട്. അവർ ഈ നമ്മളെ പോലെ നല്ല ഉയർന്ന ഒരു കാറ്റഗറിയാണെന്നും സ്വർഗ്ഗജാതരാണെന്നൊരു വിശ്വാസം. അതിപ്പോൾ ഞാൻ IAS-ലായാലും IPS-ലാണെങ്കിലും നിങ്ങളാണെങ്കിലും നമ്മൾ ആ സിസ്റ്റത്തിലേക്ക് അവർ കൊണ്ടുപോകും. അതാണ് ആ സിസ്റ്റം, സീനിയേഴ്സിൻ്റെ സിസ്റ്റം. അതൊക്കെ ഉണ്ടാവും. പക്ഷേ അത് വെച്ചിട്ട് അവരെ അളക്കേണ്ട ആവശ്യമില്ല. അവർക്ക് അങ്ങനെയാണ് സുഖമായിട്ട് റിട്ടയർമെൻറ്റ് ലൈഫ് നയിച്ചാൽ പോലെ. BJPയിലേക്ക് വേണ്ടല്ലോ. ഇപ്പോൾ ഈ സിവിൽ സർവീസുകാർ വെറുതെ ഇലക്കുളത്ത് രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ താല്പര്യപ്പെടാത്ത ആളുകൾ. അവർക്ക് അവരുടെ ആഗ്രഹിച്ചപ്പോൾ അവരെല്ലാം തന്നെ അവർ നേടിക്കഴിഞ്ഞു. അതിനുശേഷം റിട്ടയർമെൻറ്റ് സുഖമായിട്ട് അത് ഹിൽ ടോപ്പ് താമസിക്കുക എന്നുള്ളതാണ് അവരുടെ പൊതുവായിട്ടുള്ള രീതി. അത് പലരും മീഡിയയുടെ മുന്നിൽ വരെ വരില്ല. ബ്രില്യൻ്റ് സർവീസിന് ശേഷം അവർ ഊട്ടിയിലോ അല്ലെങ്കിൽ കുട്ടിക്കാനത്തോ ഒക്കെ ഒരു വീടൊക്കെ എടുത്ത് അവിടെ താമസിക്കും. പിള്ളേരൊക്കെ ലോകത്തിനെ പല ഭാഗത്തായിരിക്കും. അവർ ക്രിസ്മസിന് വരും. ഇതൊക്കെയാണ് ഇവരുടെ രീതി. പയ്യെ അവർ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയത് ശ്രീലേഖ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയത് ശ്രീലേഖ കാണിച്ചൊരു ഔദാര്യമാണ്. സാധാരണക്കാരനെ പോലെയല്ല ശ്രീലേഖ. അപ്പം BJPയിലേക്ക് കിട്ടിയത് വലിയ ഒരു അസറ്റ് എന്ന് പറയാം. അസറ്റൊക്കെ തന്നെയാണ്. പക്ഷേ അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ അവരെ മേയറാക്കിയാൽ ചിലപ്പോൾ പ്രശ്നമായി പോവുകയായിരുന്നു. നിങ്ങൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അവരുടെ DGP എന്ന രീതിയിൽ ആ ഹാങ് ഓവർ അവർക്ക് ഉണ്ടാവും. സ്വാഭാവികമായിട്ടും ജനങ്ങൾ അതല്ല പ്രതീക്ഷിക്കുക. ഒരു സ്ഥാനത്തിരിക്കും. അങ്ങനെ സ്ഥാനത്തിരുത്തുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കും. അല്ലാതെ എല്ലാ ദിവസവും അവരെന്ത് ചെയ്യുന്നു എന്നുള്ളത് അളവ് എടുത്ത് നടക്കാൻ നിൽക്കരുത്. അതവർക്ക് ഗുണം ചെയ്യുള്ളൂ. നിങ്ങൾ മീഡിയ ഇങ്ങനെ വേട്ടയാടുമ്പോൾ അതവർക്ക് ജനകീയമായി ഗുണം ചെയ്യും. സുരേഷ് ഗോപിക്ക് അങ്ങനെയല്ല ഗുണം ചെയ്തു. സുരേഷ് ഗോപി എന്ത് ചെയ്താലും പ്രശ്നമായിട്ടുണ്ട്. ഇതൊക്കെ അനാവശ്യമായ വിവാദമാണ്. BJPക്ക് എന്തെങ്കിലും തരത്തിലുള്ള ദോഷം ചെയ്യും? എന്ത് ദോഷം ചെയ്യുന്നു? ഇല്ല. BJPയെ സംബന്ധിച്ച് ഓരോരുത്തർക്കും ഓരോ സ്പേസ് കൊടുക്കാം. അത് സോഷ്യലിസ്റ്റ് പാർട്ടി അല്ലല്ലോ. അത് എല്ലാവരും ഒരേപോലെ കാണും. അവർ ഭാരത ട്രഡീഷൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്നത്. ഭാരതീയ ട്രഡീഷനിൽ ഹൈറാർക്കി ഉണ്ട്. എല്ലാവരും ഒരുപോലെ തന്നെ. രാജാവിനെ പോലെയല്ല, മന്ത്രിയെ പോലെയല്ല, പിന്നെ ക്ലർക്കിനെ പോലെയല്ല. ഒരു ഡീൽ ചെയ്യുന്നതിൽ വ്യത്യാസമുണ്ട്. സോഷ്യലിസത്തിൽ പക്ഷേ എല്ലാവരും ഒരേപോലെ ഡീൽ ചെയ്യണം. പക്ഷേ പ്രധാനപ്പെട്ട നേതാക്കന്മാരൊക്കെ ബെൻസിലേ നടക്കുള്ളൂ.
സാധാരണക്കാരൻ ഉന്ത് വണ്ടി പോലും ഉണ്ടാവില്ല. അത് വേറൊരു കാര്യം. തിയററ്റിക്കലി BJP അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി അല്ലല്ലോ. ഇതിപ്പോൾ വേറൊരു ന്യൂസ്. ഈ പത്രക്കാർക്ക് പക്ഷേ കുറേ കാലം പിണറായി വിജയനെ വേട്ടയാടി, പിന്നെ പിണറായി വിജയനെ വിട്ടു. അത് കഴിഞ്ഞ് കുറേ കാലം സുരേന്ദ്രനെ വേട്ടയാടി, സുരേന്ദ്രനെ വിട്ടു. സുരേഷ് ഗോപിനെ വേട്ടയാടി, സുരേഷ് ഗോപി പോയി പണി നോക്കാൻ പോകുന്നു. രാജീവ് ചന്ദ്രശേഖരനെ അവർക്ക് കിട്ടുന്നില്ല. ഇവരെന്തൊക്കെ കുത്തി ഇളക്കിയിട്ട് അങ്ങനെ മൈൻഡ് ചെയ്യുന്നില്ല. അപ്പോഴാണ് ഈ ശ്രീലേഖനെ പിടിച്ചിരിക്കുന്നത്. ശ്രീലേഖ ഒരു ഹാഫ് സുരേഷ് ഗോപിയാണല്ലോ, എന്തെങ്കിലുമൊക്കെ പറയും. അതിൽ വലിയ കാര്യമൊന്നുമില്ല. ഈ ശ്രീലേഖ ഒരു കൗൺസിലറായിട്ട് അങ്ങനെ ഒതുങ്ങിയിരിക്കുന്നത് എത്ര വരെ പോകും? അല്ല, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ജോലിയെ കൊടുത്ത് അവർ വൃത്തിയായി ചെയ്യാം. അടുത്ത 5 വർഷം കഴിഞ്ഞാൽ അവർ മത്സരിക്കുന്നുള്ള വേറെ കാര്യം. അവർക്ക് നിങ്ങൾ സാധാ ഒരു രാഷ്ട്രീയക്കാരിയെ പോലെ അവരെ അളക്കരുത്. അവർക്കൊരു ജോലി ജനങ്ങളെ ഏൽപ്പിച്ചു കൊടുത്താൽ അവരത് ചെയ്യും. ആ കമ്മിറ്റ്മെൻറ്റ് അവർക്കുണ്ട്, ആ ധാർമ്മിക ബോധം അവർക്കുണ്ട്. അതവർ നന്നായി ചെയ്യും. അതിൽ കൂടുതൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാതിരുന്നാൽ മതി. അതുള്ളതുകൊണ്ടാണ് ശ്രീലേഖ ആയത്. നിങ്ങളെല്ലാവരും അളക്കുന്ന പോലെ എനിക്കത് കിട്ടാത്തതുകൊണ്ട് എനിക്കിത് വേണ്ടാന്ന് പറയുന്ന ടൈപ്പല്ല. അവർ തന്നെ പറഞ്ഞല്ലോ, 5 വർഷം ജനങ്ങൾ എന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ട്, ഞാൻ ആ ജോലി നിർവഹിക്കും. അത് ചെയ്യുന്നുണ്ട്. അതാണ് അതിൻ്റെ ഒരു കാര്യം. നമ്മൾ എല്ലാവരെയും ഒരേ തള വെച്ച് അളക്കാൻ നിൽക്കരുത്. അവരാ ഒരു ധാർമ്മിക ബോധമുള്ള ഒരു ലേഡിയാണ്. ആഫ്റ്റർ ഓൾ ഷീസ് എ ഹിന്ദു, ഷീസ് എ നായർ. അതൊക്കെ പ്ലസ്സൊക്കെ തന്നെയാണ്. അതിൻ്റെതായ ധാർമ്മിക ബോധം അവർക്കുണ്ട്. ആണ് IAS ഓഫീസർ. അവർക്ക് ഈ പറയുന്നതിൻ്റെ മാതിരി യൂറോപ്യൻ ചിന്താഗതി അവരുടെ തലയ്ക്ക് പിടിച്ചില്ല. എനിക്കെന്ത് കിട്ടും, എനിക്ക് കിട്ടുന്നത് മാത്രം മതി, അല്ലാത്തൊന്നും വേണ്ട, അല്ലാത്തൊന്നും നടക്കല്ലേ, എനിക്ക് ശേഷം പ്രളയം എന്നുള്ള ധാരണ അവർക്കില്ല. ഒരു നിയമസഭാ സീറ്റിലേക്ക് അവർ പറഞ്ഞിട്ടുണ്ട് വേണ്ട എന്ന്, അല്ലേ? ശ്രീലേഖ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് കൊണ്ടുവന്നാൽ ഏറ്റവും ഒരു വിജയസാധ്യതയും ഒക്കെ ഉള്ളതല്ലേ? ഉള്ളതാണ്. പക്ഷെ അവർ മത്സരിക്കുമെന്ന് എനിക്കറിയില്ല. അവർക്ക് ഈ പറഞ്ഞ അവർക്ക് ഈ കോർപ്പറേഷൻ മേയർ സ്ഥാനത്ത് അവർക്ക് ഹർട്ടായി പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി അവരതിൽ നിൽക്കുമെന്ന് എനിക്കറിയില്ല. അതിലൊരു മാത്രമല്ല, ആ സീറ്റിൽ ആ കൃഷ്ണകുമാറിനെ കുറേ കാലത്ത് കളിപ്പിച്ചുകൊണ്ടിരുന്നതല്ലേ വട്ടിയൂർക്കാവ്. അതൊരു മര്യാദയില്ലേ? കൃഷ്ണകുമാറിനോട് അവിടെ പോയി വർക്ക് ചെയ്യാൻ പറയും. അയാൾ 2 വർഷമായി കിടന്ന് അവിടെ സിനിമയൊക്കെ ഒഴിവാക്കി അവിടെ കിടന്ന് നോക്കുക. എന്നിട്ട് അവസാനം അത് ശരിയില്ലാത്തൊരു ഏർപ്പാടാണ്. അതാണ് അതിൻ്റെ ഒരു കാര്യം. അല്ലേ നിങ്ങളത് ചെയ്യിക്കില്ലായിരുന്നു. എനിക്കറിയാം, അയാൾ പല കാലത്ത് അയാളത് ഇടപെട്ട് അയാൾ അപ്പോൾ ആ കാര്യത്തിൽ ഇടപെട്ട് ഈ കാര്യത്തിൽ ഇടപെട്ട് വന്ന് ഫ്ലെക്സ് കാണാം. അത് അയാൾ വെക്കുന്നതല്ല, മറ്റുള്ളവർ വെക്കുന്നതാണ്. BJP നേതാവ് എന്ന രീതിയിൽ. പക്ഷെ ശ്രീലേഖയ്ക്ക് മേയർ സ്ഥാനം കൊടുക്കും എന്നൊരു ഉറപ്പുണ്ടായിരുന്നു മുമ്പല്ലേ? മേയർ സ്ഥാനം അതുണ്ടായിരുന്നു തോന്നുന്നു, അത് സംസ്ഥാനത്ത് അങ്ങനെ തോന്നുന്നു. അന്നപ്പോൾ ഒരു പക്ഷേ ഇവർ ചെയ്യാന്നല്ലേ, ഇവർ ഇത് കോർപ്പറേഷൻ പിടിക്കുന്നു ഇവർക്ക് വലിയ കോൺഫിഡൻസോ, എനിക്കല്ലേ കോൺഫിഡൻസോ അല്ലേ, ഞങ്ങൾ വന്നില്ല. എൻ്റെ BJPൻ്റെ സ്ഥിതി അങ്ങനെ ആയതുകൊണ്ട്. പക്ഷേ കോർപ്പറേഷൻ കിട്ടി നോക്കുമ്പോൾ അത് വേറെ ഒരുപാട് പരിഗണനകൾ അതിൽ വന്നു. ഇപ്പോൾ സുരേഷ് ഗോപിയുടെ അടുത്ത് തന്നെ സുരേഷ് ഗോപി കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ ഒരു അവമതിപ്പും ഉണ്ടാക്കുന്നുണ്ട്. കാരണം സുരേഷ് ഗോപി മന്ത്രിയായിരുന്ന സുരേഷ് ഗോപി മന്ത്രി അല്ലാവുന്നതിനും അദ്ദേഹം ഒരുപാട് ആനുകൂല്യങ്ങൾ ജനങ്ങൾ നൽകിയിരുന്നു. പക്ഷേ മന്ത്രിയായി കഴിയുമ്പോൾ അദ്ദേഹത്തിന് ഈ ആനുകൂല്യങ്ങൾ ജനങ്ങൾ നൽകില്ല, അല്ലെങ്കിൽ ജനങ്ങൾ ക്രിട്ടിക്കലായിട്ട് നോക്കുള്ളൂ. അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നില്ല, പക്ഷേ അതിൻ്റെ വാക്കുകൾ അദ്ദേഹത്തെ കൈവിട്ടു പോകും. ഇപ്പോൾ അതിൽ നിശബ്ദനായിട്ടുണ്ട് ഉള്ളത്. അപ്പോൾ അങ്ങനെയുള്ളൊന്ന് തിരുവനന്തപുരത്ത് സംഭവിച്ചാൽ തിരുവനന്തപുരത്തെ സ്വഭാവം നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഞാനാണ് ഇവിടെ മത്സരിക്കുന്നതെങ്കിൽ ഞാൻ മലബാറനല്ലേ, എൻ്റെ എതിര് മത്സരിച്ച സ്ഥാനാർത്ഥി എന്നെക്കാട്ടും മോശമാണ്, തിരുവനന്തപുരത്ത് എനിക്ക് വോട്ട് ചെയ്യും. അതാണ് തിരുവനന്തപുരത്തെ ഒരു സ്വഭാവം. ക്വാളിറ്റിക്കാണ് അവർ വോട്ട് ചെയ്യുക. അപ്പോൾ എന്നെക്കാട്ടും കഴിവുള്ളവരാണ് എതിർ സ്ഥാനാർത്ഥി അവന് വോട്ട്. അതാണ് ഇവരുടെ സ്വഭാവം. അങ്ങനെയുള്ള തിരുവനന്തപുരംകാരുടെ എന്ന് ഒരു IAS ഓഫീസറുടെ രീതി, IPS ഓഫീസറുടെ രീതി ശ്രീകല മേയർ എന്ന രീതി ഇടപെട്ട അപകടമായി പോയിരുന്നു. അതുകൊണ്ടാണ് രാജേഷിന് കൊടുത്തത്. അത് ഞാനാരെയും കുറ്റം പറയുന്നൊന്നുമില്ല. ശരി, മാഡത്തിനത് വിഷമമായിട്ടുണ്ടോ? തിരുവനന്തപുരമാണ് സ്ഥലം. മറ്റേ ഇയാൾ പറഞ്ഞ പോലെയാണ്, ബിജു മേനോൻ സിനിമയിൽ പറഞ്ഞിട്ടുണ്ട്. തിരുവനന്തപുരമാണ് സ്ഥലം, പപ്പനാവൻ്റെ മണ്ണാണ്, പിള്ളേർ ഉടുത്തു കളയുന്നു. അതാണ് അതിൻ്റെ കാര്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.